ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കണമെങ്കിൽ 2 ലക്ഷം രൂപ തരണമെന്നുള്ള ചന്ദ്രമതിയുടെ ഡിമാൻഡ് വക്കീൽ അംഗീകരിക്കുകയും 2 ലക്ഷം രൂപ അപ്പോൾ തന്നെ കൊടുക്കുകയും ചെയ്യുന്നു. ശേഷം ഞാൻ കാശ് വാങ്ങിയിട്ടാണ് പരാതി പിൻവലിച്ചതെന്നുള്ള കാര്യം നമ്മളല്ലാതെ മറ്റാരും അറിയരുതെന്ന് ചന്ദ്രമതി വക്കീലിനോട് പറയുന്നു. തുടർന്ന് ആ പണം ഭാമേനെ ഏൽപ്പിച്ച ശേഷം വക്കീൽ പറഞ്ഞതനുസരിച്ച് ചന്ദ്രമതി പരാതി പിൻവലിക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പിന്നീട് സച്ചിനെ വിളിക്കുന്ന വക്കീൽ ചന്ദ്രമതി പരാതി പിൻവലിച്ച കാര്യം സച്ചിയോട് പറയുന്നു. ഇത് കേട്ട് സച്ചിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. തുടർന്ന് സച്ചി ഈ വിവരം രവീന്ദ്രനോടും രേവതിയോടും പറയുന്നതോടെ ഇരുവർക്കും സന്തോഷമാകുന്നു. ഇതേ സമയം എല്ലാവരും അവിടേക്ക് വരുമ്പോൾ ചന്ദ്രമതി പരാതി പിൻവലിച്ച കാര്യം സച്ചി പറയുന്നു. ഇത് കേട്ട് ശ്രുതിയും സുധിയും ഞെട്ടിപ്പോകുന്നു. ശേഷം ചന്ദ്രമതി പരാതി പിൻവലിച്ചതോർത്ത് വിഷമിക്കുന്ന ശ്രുതിക്ക് രേവതി കണക്കിന് കൊടുക്കുന്നു. തുടർന്ന് ചന്ദ്രമതിയെ തിരികെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് എല്ലാവരും നിർബന്ധിക്കുമ്പോൾ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെന്നും ഞാനായിട്ട് ഒരിക്കലും അവളെ തിരികെ വിളിച്ചുകൊണ്ട് വരില്ലെന്നും രവീന്ദ്രൻ പറയുന്നു. പിന്നീട് ചന്ദ്രമതി പരാതി പിൻവലിച്ച കാര്യം ശ്രുതി മീരയോട് പറഞ്ഞ് നിരാശപ്പെടുകയും ഇതിനിടയിൽ എന്തോ നടന്നിട്ടുണ്ടെന്നും പറയുന്നു. ശേഷം ഈ വീഡിയോ കാണാൻ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ലെന്നും പണി കിട്ടിയത് മുഴുവൻ നമ്മക്കാണെന്നും മീര പറയുന്നു. ഇതിനിടയിൽ ശ്രുതിനെ വിളിക്കുന്ന ആന്റണി നവീന്റെ അവസ്ഥ വളരെ മോശമാണെന്നും എത്രയും പെട്ടെന്ന് പണം സംഘടിപ്പിച്ച് തരാനും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് ചന്ദ്രമതി കേസ് പിൻവലിച്ച വിവരം രേവതിയിൽ നിന്നും അറിയുന്ന ദേവുവിന് ലക്ഷ്മിയമ്മയ്ക്ക് സന്തോഷമാകുന്നു. തുടർന്ന് സച്ചിയും രേവതിയും ശരത്തിനെയും കൂട്ടി വീട്ടിലെത്തുന്നു. ശേഷം ശരത്ത് ചെയ്തു പോയതിനെല്ലാം ലക്ഷ്മിയമ്മയോട് മാപ്പ് പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.